കമ്പ്യൂട്ടർ സർവീസിൻ്റെ ഷോപ്പാണ് വരുന്നത്. ഹസ്ബൻഡാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ കേബിളും കാര്യങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ എനിക്ക് ഇന്ന് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയ മുഴുവനാണ്. ഇതിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് കിടപ്പുണ്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ ഫീലിങ്ങാണ്. എനിക്ക് എന്തോ ഇഷ്ടമല്ല എനിക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കെല്ലാം അടുക്കി ഒതുക്കി വെച്ച് നല്ല സെറ്റാക്കി അതതിൻ്റെ സ്ഥാനത്ത് വെച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് എനിക്ക് കാണാൻ ഇഷ്ടം. നമുക്കത് എന്തായാലും ഓഫീസിലായാലും വീട്ടിലായപ്പോലും നമുക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിനൊരു സന്തോഷം തരുന്നത് ആ ഒരു കാഴ്ച തന്നെയാണ്. അല്ലാതെ അതും ഇതും വാരി വലിച്ചിട്ട് ഇത് ഫുള്ള് മേശ നിറയെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരുമാതിരി എന്താ പറയുക, നമ്മളവിടെ നിൽക്കുന്ന സ്റ്റാഫായാൽ പോലും നമ്മുടെ ഓഫീസായാൽ പോലും അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സായാൽ പോലും അവർക്കൊരു ഇമ്പ്രഷൻ, നമുക്കായാലും അവർക്കായാലും ഒരു ഇമ്പ്രഷൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയൊക്കെ വേണ്ടേ. അതായത് അതിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ച് എന്താ പറയുക കുറച്ച് നീറ്റൊക്കെ നമുക്കായാലും നമുക്ക് തന്നെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നമുക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമല്ലേ മനസ്സിന്. അപ്പോൾ രാവിലെ തന്നെ കയറി വരുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഞാനിന്ന് കണ്ടത്. അപ്പോൾ കുറച്ച് ദിവസമായി ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏട്ടനും ലൈറ്റ് നൈറ്റൊക്കെ വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിലിരിക്കാൻ തന്നെ കുറച്ച് സമയം കിട്ടാറുള്ളൂ. ഷോപ്പിലിരുന്നാൽ തന്നെ കുറച്ചധികം ചെക്ക് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാം വാരി വലിച്ച് ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എടുത്ത് വെക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇത് കണ്ടപ്പോൾ എനിക്കും എന്തോ ഒരു മാതിരി എനിക്കെന്തോ ഇറിറ്റേഷൻ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഒരു മുകളിൽ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റം കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ സിസ്റ്റം കൊണ്ടുവന്നു. ഞാൻ അതിലിടയ്ക്ക് അതൊന്ന് വാങ്ങി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും എൻ്റെ പരിപാടിയിലോട്ടൊക്കെ കടത്തും. അപ്പോൾ ഈ ഒരു മേശയും കാര്യങ്ങളാണ് കൂടുതലും വൃത്തിയാക്കാനുള്ളത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് കൂടുതലും ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ഞാനും ഏട്ടനും മാത്രമാണ് ഉള്ളത് ഓഫീസിൽ. അപ്പോൾ ഏട്ടനാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഞാൻ എന്നെ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഞാൻ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പറഞ്ഞു തന്നാൽ അത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ച് കേബിൾ അഡാപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ എടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടെല്ലാം ചുറ്റിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ആക്കിയിട്ട് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടച്ച് വെച്ചു. പിന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓരോന്നും ചെക്ക് ചെയ്തതിൻ്റെ അതിൻ്റെയൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ അങ്ങ് കളഞ്ഞു, അടിച്ചു വരാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ അഡാപ്റ്റർ ഞാൻ എന്ത് ചെയ്തു ഒരു ബോക്സിലെടുത്തിട്ടു. എന്നാൽ പിന്നെ ഇങ്ങനെ മേശയിൽ വാരി കളിച്ചിട്ട പോലെ ഉണ്ടാവില്ലല്ലോ, എല്ലാം ചുറ്റിപ്പിടിച്ച് കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനും നെയിം സ്ലിപ്പും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒതുക്കി അവിടെ വെച്ചു. പിന്നെ അങ്ങനെ ഈ ഒരു മേശ ആ ഒരു മേശ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു മേശയുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ എല്ലാം ഒതുക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സർവീസ് കൂടാതെ CCTVയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബോക്സും കവറും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ CCTVൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡെയിലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അത് വേറെ തന്നെ മാറ്റി വെച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ തന്നെ മാറ്റിയങ്ങ് വെക്കാതെ എല്ലാം ഒതുക്കിയിട്ട് അങ്ങ് വെച്ചു. പിന്നെ കുറച്ചൊക്കെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ കുറച്ച് അവിടെ എവിടെയായിട്ട് സ്ക്രൂ ഒക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു ബോക്സിലും ഇട്ട് വെച്ചു. പിന്നെ ബാക്കിയെല്ലാ ബോക്സും അങ്ങ് തുടച്ച് ഒതുക്കിയിട്ട് അങ്ങനെ എല്ലാം കൂടി സൈഡിലായിട്ട് അങ്ങ് മാറ്റി വെച്ചു. എല്ലാം ഇങ്ങനെ വെതറി കിടക്കുമ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളൊന്നും തിരിയുന്നില്ലായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് തുടച്ച് എല്ലാം ഓരോ സൈഡിലാക്കി അങ്ങനെ ഒരു അടുക്കി പൊറുക്കി വെച്ചപ്പോൾ എല്ലാം കൂടെ കുറേ സ്ഥലം വന്ന പോലെ ഇപ്പോൾ മേശയിൽ. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ എന്തോ ഭയങ്കര സുഖം തോന്നി. കാരണം എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചപ്പോൾ കയറുമ്പം തന്നെ എന്തോ ഒരു ഭയങ്കര സുഖമുണ്ട്. ഇപ്പോൾ
അപ്പം എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടം. എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തായി വെച്ച് ഇതിപ്പോൾ ഓരോന്നും എടുക്കുമ്പോൾ ഇനിയിപ്പോൾ അതേ അവസ്ഥ തന്നെയാവും. എന്നാലും ഇങ്ങനെ കാണാൻ ഒരു ഭയങ്കര സുഖമല്ലേ. നമുക്ക് കയറി ചെല്ലുന്ന വീട്ടിലായാൽ പോലും നമ്മൾ കയറി ചെല്ലുന്ന നമ്മുടെ വീട് പോലെ തന്നെയാണല്ലോ നമ്മുടെ ഓഫീസും. അപ്പോൾ അവിടെ ആയാൽ പോലും നമുക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ മേശയും കൂടി ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ താഴെ ഞാൻ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ ബോക്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എനിക്ക് ആ സമയം തന്നെ എല്ലാം അടിച്ചു വാരി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ വേറെ തന്നെ പ്ലാസ്റ്റിക് കവറിലാക്കി. അവർ 1 മാസം ആകുമ്പോഴത്തേക്ക് ഹരിതകർമ്മ സേനേൻ്റെ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.